ഇപ്പൊ നിക്കണത് തട്ടേക്കാട് കുട്ടമ്പുഴയിലാണ്. ഇവിടെ ഒരു ചൂണ്ടിടാനൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിപ്പോ ചൂണ്ടിടാൻ പോവാണ്. നമുക്ക് മീൻ കിട്ടുമോ നോക്കാം. ചൂണ്ടയിട്. കൊത്തുന്നുണ്ടടാ. നീ കൊത്തുമ്പോ പിടിച്ച് പോക്കണം. കണ്ണങ്കുഞ്ഞ് മാറിക്ക്. തീറ്റ പോയി തോന്നുന്നു. തീറ്റ തീർന്നു. മീന് തീറ്റ തിന്നിട്ട് പോയി. പക്ഷെ മീനെ കിട്ടിയില്ല. മീൻ നമ്മളെ പറ്റിച്ചിട്ട് പോയാൽ അതിന്റെ തീറ്റ തിന്നിട്ട് മീൻ ഓടിപ്പോയി. ഒക്കെ നോക്കിയപ്പോ അതില് തീറ്റ കാണുന്നില്ല. പക്ഷെ ആ തീറ്റ കാണുന്നില്ല, മീനെയും കാണാനില്ല. ഇതിപ്പോ എന്റെ അമ്മൂമ്മയുടെ വീടാണ്. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി വെള്ളത്തിൽ ഞാൻ കാലിട്ടപ്പോ എനിക്ക് ഫിഷ് ഫ്രീ ആയിട്ട് ചെയ്തു തന്നിട്ടോ. ഫിഷ് കുറെ കാലിലൊക്കെ കൊത്തിയായിരുന്നു. അതുകൊണ്ട് ഫ്രീ ആയിട്ടൊരു ഫിഷ് ഫ്രൈ ഒക്കെ കിട്ടി. പക്ഷെ ഈ മീൻ തീറ്റ തിന്നിട്ട് പോയി. ഇവിടെ ഒരു സാധനം കാണിക്കാനുണ്ട്. അതാണ് ഇവിടെ ആ പുഴയിലേക്കുള്ള ഇട്ടോളാണ്. ഇത് ഇവിടെ നമുക്ക് റെസ്റ്റ് ഒക്കെ എടുക്കാൻ പൊട്ടിയൊന്നും പോകത്തില്ല. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, പാദരക്ഷകൾ പുറത്തിടുക. നമുക്ക് ചെരുപ്പ് ഊരിട്ടിട്ട് കയറാം. അച്ഛനും വന്നില്ലേ? എന്റെ അച്ഛനാണ് ഇപ്പൊ എന്റെ കൂടെ ഇത് വന്നത്. അല്ല, അച്ഛനെ കാണിക്കച്ചാ. നട്ടുച്ചയ്ക്ക് പോലും ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാട്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഭയങ്കര തണുപ്പാണ്. നട്ടുച്ചയ്ക്ക് വന്നപ്പോൾ ഇപ്പം നല്ല ഉച്ചയാണ്. എന്നിട്ട് വന്നപ്പോൾ ഇവിടെയൊക്കെ നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടെ ക്യാരംസ് ഒക്കെ നിങ്ങൾക്ക് കളിക്കാം ഫ്രണ്ട്സായിട്ട് വന്നാൽ. വൈകുന്നേരം വന്നാൽ അതിനെക്കാട്ടിനും സൂപ്പറായിരിക്കും. നല്ല തണുപ്പൊക്കെ അതിനെക്കാട്ടും കൂടുതൽ കാണും. അപ്പോൾ ഇവിടെ ഒരു ഡിസംബറിൽ എങ്ങാണ്ട് ഇവിടെ ഒക്കെ വെള്ളം കുറഞ്ഞപ്പോൾ ഇവിടെ നല്ല പച്ചപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടായിരുന്നു. അപ്പോൾ കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ കുറേ യൂട്യൂബേഴ്സൊക്കെ ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ തന്നെ നല്ല തണുപ്പ് കിട്ടും കേട്ടോ. വൈകുന്നേരം ആണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. എൻ്റെ അമ്മൂമ്മയൊക്കെ കുഞ്ഞു തരുന്നപ്പോൾ ഇവിടെ വന്ന് കുളിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഫിഷ് പാ കിട്ടും കേട്ടോ. മീൻ വന്ന് കൊത്തിയാൽ കിട്ടും. പക്ഷേ മീൻ വന്ന് കൊത്തുമ്പോൾ വേദനയൊന്നുമില്ല. ഫ്രീ ആയിട്ട് ആ ഫിഷ് പാ എന്നൊക്കെ പറയില്ല, അതൊക്കെ കിട്ടും. എൻ്റെ കാലിൽ 2-3 തവണ കിട്ടിയായിരുന്നു. ഇത് തന്നെ വെച്ചാൽ ഇവിടെ ചെറിയ തെന്നലൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾ വന്ന് ഇറങ്ങുവാണെങ്കിൽ ആരുടെങ്കിലും കൈ പിടിക്കണം. ഇവിടെ മീനൊക്കെ വന്ന് കൊത്തുവാണെങ്കിൽ ആ ഫിഷ് പാ എന്ന് പറഞ്ഞാൽ അതൊക്കെ കിട്ടും. മീൻ വന്ന് കൊത്തണം. എൻ്റെ കാലിൽ ഇപ്പോൾ കുറേ ആയിട്ട് കൊത്തുന്നില്ല. ഞാൻ ഇവിടെ വന്ന് നോക്കാം. മീനൊക്കെ എൻ്റെ ഇടയ്ക്ക് കൂടെ പോകുന്നുണ്ട്. കൊണ്ട് ഇവിടെയൊക്കെ നിറച്ച് മീനുണ്ട്. അതെ, കൊത്തി എൻ്റെ നഖത്ത് വന്ന് കൊത്തിയിട്ടോ. ഇപ്പോൾ ഒരു തവണ എൻ്റെ നാത്തിലൊക്കെ വന്ന് ഇവിടെ കുത്തിയായിരുന്നു. ഇത് തൊട്ടപ്പുറത്ത് ഒരു പശു ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പോത്ത് കളിക്കുന്നുണ്ട്. കണ്ടോ, പോത്താണോ പശുവാണോ? ഒരു പോത്തല്ല, 2 പോത്ത്. അവിടെ ഒരു പോത്ത്, പിന്നെ ഇവിടെ ഒരു പോത്ത് അന്ന് കുളിക്കുന്നുണ്ട്. കണ്ടോ, അവിടെ ഒരു പോത്ത് ഒളിച്ചിരിക്കുവാണ്. അവിടെ ഒരു പോത്തും ഇവിടെ ഒരു പോത്തും വന്ന് കുളിക്കുന്നുണ്ട്. ഹലോ ഹലോ അത് നോക്കുക. ഒരു ഹായ് പറയോ? ചെവി ആട്ടിക്കൊണ്ട് ഹായ് പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹായ് പറഞ്ഞാണ് നിങ്ങൾ തിരിച്ചൊരു ഹായ് കൊടുത്തേക്ക്. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതേ കണ്ടു, ഇവിടെ പക്ഷേ ഈ താമരയുടെ ആ ലീഫൊക്കെ ഉണ്ട്. ആമ്പലിന്റെ ലീഫൊക്കെ ഉണ്ട്. ആ കഴിഞ്ഞ വീഡിയോയിൽ ആ സ്റ്റാമ്പിനെ കാണിച്ചപ്പോൾ ആമ്പലില്ലേ, അതിൻ്റെ
ഒക്കെ ഇലയാണ് നിക്കണത്. ആ ഒളിച്ചു നിൽക്കുന്ന പോത്തിന് ഭയങ്കര പേടിയാന്ന് തോന്നുന്നു, ഭയങ്കര നാണാന്ന് തോന്നുന്നു. ഇവിടെ കുറെ റിസോർട്ട്സ് ഒക്കെ ഉണ്ട്. പോണ വഴിക്ക് ഹോം സ്റ്റേ എന്ന് പറഞ്ഞ റിസോർട്ട് ഉണ്ട്. പിന്നെ എൻ്റെ അങ്കിളിന് ആ പിങ്ക് ഷർട്ട് ഇട്ട അങ്കിളിന് ഒരു റിസോർട്ടുണ്ട്, പേര് ഗോൾഡൻ ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ട് ഉണ്ട് കുട്ടമ്പുഴ. അവിടെ ഇവിടെയൊക്കെ വന്നാൽ കുറേ നേരം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാം. പിന്നെ ഇവിടെയൊക്കെ വരുവാണെങ്കിൽ നേച്ചർ ഇഷ്ടമുള്ളവർക്ക് ഏതായാലും ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാം.